വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ്. ഞാൻ ഇന്നത്തെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ സൺഡേ ആയിരുന്നു, ഫെബ്രുവരി 1 ആയിരുന്നു യൂണിയൻ ബജറ്റ്. അതിനുശേഷം കുറേയധികം മീഡിയയില് ബജറ്റിനെ കുറിച്ച് കുറേയധികം നെഗറ്റീവ് ന്യൂസുകൾ കണ്ടതിന് ശേഷം കുറേയധികം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. പലരും വളരെയധികം പരിഭ്രമിച്ചാണ് വിളിക്കുന്നത്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഒരു കറക്ഷനിലൂടെ കടന്നു പോയതിനു ശേഷം എല്ലാവരും പോർട്ട്ഫോളിയോ ഒക്കെ മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പരിഭ്രമിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കഴിഞ്ഞ ബജറ്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ബജറ്റ് നോക്കുകയാണെങ്കിൽ കുറേയധികം നല്ല കാര്യങ്ങൾ ആ ബജറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, ഡിഫൻസിനൊരു 7,85,000 ക്രോഡ്സും, റോഡ്സ് ആൻഡ് ഹൈവേസിലേക്ക് ഒരു 3,09,875 ക്രോഡ്സും, റെയിൽവേക്ക് ഒരു 2,93,030 ക്രോഡ്സും, റൂറൽ ഡെവലപ്മെന്റിന് 1,51,000 ക്രോഡ്സും, അഗ്രികൾച്ചറിന് 1,40,528 ക്രോഡ്സും, എഡ്യൂക്കേഷന് 1,39,289 ക്രോഡ്സും, ഹെൽത്തിന് 1,06,530 ക്രോഡ്സും, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 38,260 ക്രോഡ്സും, സ്പേസിന് 13,705 ക്രോഡ്സിന്റെ ഒക്കെ അലൊക്കേഷൻ ആണ് നമ്മൾ ബഡ്ജറ്റിൽ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാം, ബഡ്ജറ്റ് ഒരു ലോങ് ടൈം വ്യൂവിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഓൾറെഡി കുറച്ച് വർഷങ്ങളായിട്ടുള്ള ബഡ്ജറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ ബഡ്ജറ്റിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ ടാക്സബിൾ ലിമിറ്റ് 12 lakhs വരെയും ഇൻകം ഉള്ളവർക്ക് ടാക്സ് വരാത്ത രീതിയിലേക്ക് അത് വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ടാക്സബിൾ ലിമിറ്റ് ഉയർത്താനുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അടുത്ത 5 വർഷത്തേക്ക് തന്നെ ഈ ടാക്സബിൾ ലിമിറ്റ് ഉയർത്തേണ്ട കാര്യമില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ വർഷം കണ്ട ഒരു വലിയ കാര്യമാണ് GST വലിയ രീതിയിലുള്ള കട്ട് കണ്ടു. അതെല്ലാം നമ്മൾ കോമൺ മാനിനെയും മിഡിൽ ക്ലാസിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മുടെ ഇൻകം നമ്മുടെ കയ്യിൽ തന്നെ സേവ് ചെയ്യാനോ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനോ സ്പെൻഡ് ചെയ്യാനോ ഒക്കെ നമ്മുടെ കയ്യിൽ നിർത്തുന്ന രീതിയിലുള്ള കുറെ ആക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബജറ്റ് വളരെ പോസിറ്റീവാണ്. അത് ആ ഒരു കാര്യം കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിൽ വന്ന ന്യൂസ് കണ്ട് പലരും അതിനൊരു നെഗറ്റീവ് ബജറ്റാണ് എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കണ്ട ഒരു വളരെ ഇന്നത്തെ മാർക്കറ്റ് നമുക്കറിയാം, നിഫ്റ്റി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 700 പോയിന്റ്സും, അതുപോലെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ മോർ ദാൻ ഒരു 2,300 പോയിന്റ്സ് ഒക്കെ ഉയർന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുണ്ടായ സംസാരത്തിനെ തുടർന്ന് ട്രംപ് അവര് ചാർജ് ചെയ്തിരുന്ന താരിഫ് 24% നിന്നും 18% കുറയ്ക്കാനും, അതുപോലെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കുന്നതിന് നമ്മൾ എഗ്രി ചെയ്തതിനെ തുടർന്ന് ആ അഡീഷണൽ താരിഫും കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഡീല് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ചേഞ്ചിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ശരിക്കും യുഎസിനെ ഒരു ഡീലുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇന്ത്യയുമായിട്ട് എഗ്രിമെന്റിന് മറ്റെല്ലാവരും വരുമ്പോൾ യുഎസിനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തില് IMF റിലീസ് ചെയ്തൊരു ഡാറ്റയാണ്. പ്രൊജക്ട് റിയൽ GDP ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ചൈന 26.6% ഉണ്ടെങ്കിൽ ഗ്ലോബൽ GDPയുടെ ഷെയർ ചൈനയ്ക്ക് 26.6% ആണെങ്കിൽ സെക്കൻഡ് വരുന്നത് 17%-ആയിട്ട് ഇന്ത്യയാണ്. തേർഡാണ് US വരുന്നത് 9.9% ആയിട്ട്. അതായത് US-നേക്കാൾ ഓൾമോസ്റ്റ് 70% ഗ്ലോബൽ GDPയിലെ ഷെയർ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈവൻ എലോൺ മസ്ക് പോലും അതിനെ കുറിച്ച് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതില് ഈ ഇത്രയും ഓൾമോസ്റ്റ് 17% വേൾഡിന്റെ GDP ഉള്ള ഒരു രാജ്യമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ അതിൽ നഷ്ടം യുഎസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് US ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ഒക്കെ ഇന്ത്യയിലെടുത്ത് ട്രേഡ് ഡീൽസ് എഗ്രിമെന്റിന് സംസാരിക്കാൻ വരുന്നതും ആ ഡീലുകൾ എഗ്രിമെന്റിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ടാരിഫുകളെ മൂലമൊക്കെ കുറച്ച് കഴിഞ്ഞൊരു വർഷം കൺസോളിഡേഷന്റെ മൂഡിലായിരുന്നു. നമുക്ക് ഈ വർഷം 2026 അതിന്റെ എല്ലാം പോരായി തീർത്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.